ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ അവിയലാണ്. അതിനായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ പച്ചക്കറി 2 കിലോ. നിങ്ങൾക്ക് 1 കിലോ മതിയെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവ് പകുതിയാക്കിയാൽ മതിയാകും. പച്ചക്കറി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അരിയുക. വെള്ളരിക്ക എപ്പോഴും എടുക്കുമ്പോഴേ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് രുചിച്ച് നോക്കുക. ചിലപ്പം വെള്ളരിക്കയ്ക്ക് കയ്പ് ചൊവ്വ തോന്നാറുണ്ട്. ഒരു പാത്രത്തിലേക്ക് മുരിങ്ങയ്ക്കയും 1.25 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും ചേർത്ത് വേവിക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ള ചേന വേവ് കുറവായതിനാൽ ഞാൻ പച്ചക്കായുടെ കൂടെയാണ് ചേർക്കുന്നത്. മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായയും തേനയും ചേർത്ത് നന്നായി ഇളക്കി 8 മിനിറ്റ് വേവിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഇതെല്ലാം ഉടഞ്ഞു പോകാതിരിക്കാനും മുരിങ്ങയ്ക്കകത്തോട്ട് ഉപ്പും പുളിയും നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാളംപുളി വെള്ളമാണ് ചേർത്തത്. അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരവിയത് 350 ഗ്രാം. അതിൻ്റെ പകുതി 150 ഗ്രാമേ ഞാനിപ്പം അരയ്ക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. 100 ഗ്രാം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇവ ക്രഷ് ചെയ്തെടുക്കണം, ഒത്തിരി അരഞ്ഞു പോകരുത്. ഇത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നന്നായി യോജിപ്പിക്കുക. എനിക്ക് അവിയലിൻ്റെ തേങ്ങ ഒത്തിരി അരയുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വേവിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് അതിലേക്ക് കറിവേപ്പിലയിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കഷ്ണങ്ങൾ പൊടിയാതെയും വെള്ളം അധികം ഇല്ലാതെയും വേണം അവിയൽ റെഡിയാക്കി എടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വെച്ച് 3 മിനിറ്റ് ആവി കയറ്റുക. അടപ്പ് തുറന്ന് നന്നായി ഇളക്കി ഉപ്പും പുളിയും നോക്കി സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.